Dear students, Kerala Engineering Entrance പരീക്ഷയുടെ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടുഡേ വി ക്യാൻ ഗോ വിത്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. സാധാരണ 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. Look the question number 1 from 2020. A transformer operates at primary potential is equal to 6 kilovolt on the primary side and supplies electrical energy at potential 220 volt, that is secondary, to a number of houses in a town. If the total power consumption of the town is 7.2 kilowatt, the current in the primary is. So that is the concept. അപ്പോൾ നമുക്കിവിടെ ഒരു ലോസ് ഓഫ് കൺസെപ്റ്റ് പറയാത്തത് കൊണ്ട് സപ്പോസ് വി ആർ ടേക്കിംഗ് ദാറ്റ് പവർ ഈസ് എ കോൺസ്റ്റൻറ്റ്, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദ പവർ ഈസ് ഈക്വൽ ടു ഈസിലി ദ പ്രൈമറിയുടെ പൊട്ടൻഷ്യൽ ഇൻ ടു ദ കറണ്ട് ഇൻ ദ പ്രൈമറി. സോ വി ക്യാൻ സേ ദാറ്റ് കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു ദാറ്റ് പവർ ഡിവിഷൻ ബൈ വി. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പം ട്രാൻസ്ഫർ ഓഫ് നമ്മുടെ എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് തുടങ്ങി നമ്മളുടെ ഹൗസിലെത്തുന്നത് വരെയും പവർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് എനർജി എന്ന് പറയുന്നത് മിക്കവാറും 66 കിലോ വോൾട്ടിലൊക്കെ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ 11 kV എന്നൊരു കൺസെപ്റ്റിലായിരിക്കും. അപ്പോൾ പവർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ കറണ്ട് മിനിമം ആയിരിക്കും. നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ അത് 220 വോൾട്ടാണ് അല്ലേ, അപ്പോൾ പൊട്ടൻഷ്യൽ കുറവായിരിക്കും, പക്ഷേ അവിടെ അത് കറണ്ട് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ പവർ എന്ന് പറയുന്നത് 7.2 കിലോ വാട്ട് എന്നാണ്. ദ ഡിവിഷൻ ബൈ ദ പ്രൈമറി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 6 കിലോ വോൾട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കിലോ നമുക്ക് ക്യാൻസൽ ആയാൽ 7.2 division by 6 and we get the value as 1.2. So we get the answer as B. We can move with the question number 2. Choose the wrong statement for the pure inductive circuit. Look, the inductive reactance limit the current in a purely inductive circuit. അപ്പോൾ നമ്മൾ സ്വാഭാവികപരമായിട്ടും ഓർക്കേണ്ട ഒരു കൺസെപ്റ്റ് എക്സ് എൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു എൽ. സോ ദാറ്റ് ഈസ് 2π ഇൻറ്റു എഫ് ഇൻറ്റു എൽ. അപ്പോൾ ഉറപ്പായിട്ടും ഫ്രീക്വൻസിക്ക് അനുസൃതമായിട്ട് അവൻ ഒരു ഓഫർ ചെയ്യുന്നു ദാറ്റ് റിയാക്റ്റൻസ്, അതുകൊണ്ട് ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കാം. ദി ആവറേജ് പവർ സപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. അപ്പോൾ നമുക്കറിയാം അവിടെ കറണ്ടും അതോടൊപ്പം പൊട്ടൻഷ്യലും തമ്മിൽ ഒരു പൈ ഫേസ് ഡിഫറൻസ് π/2 വരുന്നത് കൊണ്ട് തന്നെ ദ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ഓർമ്മയിരിക്കട്ടെ. ദെൻ ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ കറണ്ട്. നമുക്കറിയാം ദാറ്റ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രം ദിസ് റിലേഷൻ. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ ട്രൂ. ലുക്ക്, the EMF of the source and the current oscillates symmetrically about 0 value. That is also true. The current lead the voltage by π/2. നമ്മളുടെ ഫേസർ ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ കറണ്ട് എക്സ് ആക്സിസിലാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് വൈ ആക്സിസിലും അതിൻ്റെ നെഗറ്റീവ് കൺസെപ്റ്റിലോട്ടാണ് കപ്പാസിറ്റൻസിലെ പൊട്ടൻഷ്യലും വരിക. അപ്പോൾ ഇവിടെ അവ തമ്മിൽ π/2 ഫേസ് ഡിഫറൻസ് വരുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ദാറ്റ് പൊട്ടൻഷ്യൽ ലീഡ് ദ കറണ്ട് ബൈ π/2. ഇവിടെ പറയുന്നത് കറണ്ട് ലീഡ് ദ വോൾട്ടേജ് ബൈ π/2. സോ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. വി ക്യാൻ സേ ഇ എസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. Third question, a pure inductor of inductance 0.1 Henry is connected to an AC source of RMS voltage 220 volt, angular frequency of 300 Hz. The RMS current is. നമുക്ക് സിമ്പിളായിട്ട് IRMS എന്ന് പറയുന്നത് VRMS ഡിവിഷൻ ബൈ ദാറ്റ് ഇംപിഡൻസ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു ഇൻഡക്ടർ മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ഇംപിഡൻസ് എന്ന് പറയുന്നത് വി ക്യാൻ സേ ദാറ്റ്
എക്സ് എൽ ആയിട്ട് നമുക്ക് എടുക്കാം. എക്സ് എൽ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഒമേഗ എൽ, ദാറ്റ് ഈസ് 2 പൈ എഫ് ഇൻറ്റു എൽ, that is equal to we can substitute the VRMS എന്ന് പറയുന്നത് 220 volt division by 2 pi into that frequency, that is given as what, 300 into that inductance as a 0.1. So that is equal to 1 0 cancel, another one cancel, 2 22 11 ആയിട്ട് മാറുന്നു. So we get the answer as 11 by that 3 pi and we get the E choice as the answer. നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി എടുക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. അത് റേഡിയൻ പെർ സെക്കൻഡിലാണെങ്കിൽ മാത്രമേ അത് ഒമേഗയായിട്ട് എടുക്കുവാൻ പാടുള്ളൂ. നമ്പർ 4, in an LCR series circuit the impedance is minimum when the angular frequency of the source is. So at resonance we know that XL is equal to XC, that is omega L is equal to 1 pi omega C, that is omega square is equal to 1 pi LC, and omega take the value as 1 by root LC. So that is the concept. അപ്പോൾ നമുക്ക് ബി ആൻസർ ആയിട്ട് നമുക്ക് പറയാം. 2018 ചോദിച്ച 5th ക്വസ്റ്റ്യൻ ആണ്. അതിലെ ചില ഫാക്ടേഴ്സ് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ പോലും അതിലെ ചില കാര്യങ്ങൾ നമുക്ക് വി ഹാവ് ടു ട്രൈ ഇറ്റ്. ലുക്ക്, the voltage VPQ equal to V0 cos omega t is applied between the points P and Q in the network. The value of the capacitance and inductance are the total impedance between P and Q is. അപ്പോൾ ഇവിടെ ആറും എല്ലും ആറും സിയും ദേ ആർ പാരലൽ ആണ് കോമ്പിനേഷൻസ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും പാരലൽ LCR സർക്യൂട്ട് വരുമ്പോൾ വെക്ടർ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കോംപ്ലക്സ് കൺസെപ്റ്റിലേക്ക് അതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഈ സർക്യൂട്ടിനെ നമുക്ക് ലുക്ക് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇതേ, നമുക്കിവിടെ ആറുണ്ട്, ഇവിടെ എല്ലുണ്ട്. അപ്പോൾ എല്ലെന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൻഡക്റ്റൻസ് XL നമുക്ക് കണ്ടുപിടിച്ചാൽ ഒമേഗ ഇൻറ്റു എൽ ആണ്. പക്ഷേ എല്ലിൻ്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് R√3/ഒമേഗയാണ്. സ്വാഭാവികപരമായിട്ടും R√3 ആയിട്ട് മാറി. അപ്പോൾ ഈ ആമിലെ ഇമ്പിഡൻസ് Z1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് R, ദാറ്റ് ഈസ് ഫ്രം ദ പാസീവ് റെസിസ്റ്റർ R, ആൻഡ് എൽ എന്ന് പറയുന്നത് അത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എ സിയുമായിട്ട് ബന്ധപ്പെടുത്തി വി ക്യാൻ റിലേറ്റഡ് ടു ബി ആസ് R പ്ലസ് ജെ ഇൻറ്റു R√3. അവിടെ ജെ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. ജെ സ്ക്വയർ ഈസ് സെഡ് ടു ബി -1. അപ്പോൾ ജെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത് √-1 എന്നുള്ള കാര്യം ഓർക്കുക. അത് നമ്മളുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതേപടി ഈ ആമിലെടുക്കുമ്പോൾ നമുക്ക് ആദ്യം XC കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ ഇൻറ്റു സി. സി എത്രയാണ്? 1 ബൈ ഒമേഗ ഇൻറ്റു R√3. അപ്പോൾ ഇവിടെയും നമുക്ക് R√3 ആണ് കിട്ടിയിരിക്കുക. അപ്പോൾ ഇവിടുത്തെ നെറ്റ് വാല്യൂ നമ്മൾ Z2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് R മൈനസ് ജെ ഇൻറ്റു R√3. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദെയർ. അപ്പോൾ ഇവിടെ നമുക്ക് Z1ഉം Z2ഉം പാരലലായിട്ടാണ് കണക്കാക്കിയിരിക്കുക. അപ്പം Z1 Z2 പാരലൽ ആണെങ്കിൽ വാല്യൂ Z1 Z2 ഡിവിഷൻ ബൈ Z1 പ്ലസ് Z2, that is equal to R plus J into R√3 into R minus J into R√3 by that Z1 plus Z2. So R plus J into R√3 plus Z2. Z2 here, that is R minus J into R√3. So ഇത് ക്യാൻസൽ ആയിട്ട് പോവുകയാണ്. that is equal to, അപ്പോൾ നമ്മൾ A² മൈനസ് B² എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ നമുക്ക് വി ഗെറ്റ് ദ വാല്യൂ ആസ് ഇസ് ഈക്വൽ ടു ദാറ്റ് സി R ഇൻറ്റു R² മൈനസ് J ഇൻറ്റു R²√3 പ്ലസ് J R²√3 then minus but J square is minus, so plus R². That division by
ഇൻറ്റു റൂട്ട് 3 ഉണ്ട് അല്ലേ. അപ്പോൾ 3r² എന്ന് നമുക്ക് വരും. ദ ഡിവിഷൻ ബൈ 2r. So you get the value as is equal to 4r² division by 2r, that is equal to 2r. അപ്പോൾ നമ്മൾക്ക് ഇത്രയും വാല്യൂ എടുത്തപ്പോൾ 2r ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ദർ ഇസ് ആർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 2r, that is the in between p and q, so we get r plus 2r, we get the value as 3r. അപ്പോൾ ഈ പാരലൽ ആയിട്ടുള്ള സർക്യൂട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് സിലബസിൽ വരുന്നതല്ല, ആ കാര്യം ഓർക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ, നമ്പർ 6. An alternating voltage V is equal to V0 sin omega t applied across a circuit, and as a result a current I is equal to I0 sin omega t plus pi by 2 flows in it. The power consumed per cycle. അപ്പോൾ നമുക്കറിയാം സാധാരണ രൂപത്തിൽ പവർ കൺസ്യൂംഡ് എന്ന് പറയുന്നത് VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ എന്നാണ്. അപ്പോൾ നമ്മളുടെ ഫേസ് ഡിഫറൻസ് ഇവിടെ പൈ ബൈ 2 ആണ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. സോ ആൻസർ ഈസ് ഇ. We can move with the question number 7. An electric motor which loaded has an effective resistance of 30 ohm and an inductive reactance of 40 ohm. If the motor is powered by a source with maximum voltage of 420, the maximum current is. സോ നമുക്കിവിടെ നെറ്റ് ഇംപിഡൻസ് നമുക്ക് കണ്ടുപിടിച്ചാൽ ദർ ഈസ് 2 കോൺട്രിബ്യൂഷൻസ്. ഒന്ന് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ, രണ്ട് നമ്മളുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ. ബട്ട് ദാറ്റ് ഈസ് 30² പ്ലസ് 40². അപ്പോൾ നമുക്ക് ആൻസർ 50 ohm എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ ദാറ്റ് ഇംപിഡൻസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 420, the division by 50. So we get the value as is equal to 8.4 ampere. So we get the answer B as the choice. എട്ടാമത്തെ question. The RMS value of sinusoidal input of a full wave rectifier. സാധാരണ എ സി ആണ്, നമുക്കറിയാം it is V0 by root 2 ആണ്. Then after the rectifier, that output, if you just analyze, നമുക്കറിയാം that is like this one. That is very important. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും നമ്മൾ 2 പീക്കിനും നമുക്ക് ഔട്ട്പുട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂസ് ഈ ഡയറക്ഷൻ മാറിയതുകൊണ്ട് ഒരു അഫക്ഷനും വരില്ല. സോ ദാറ്റ് ഔട്ട്പുട്ട് ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് V0 by root 2. We can move with the question number 9. The RMS value of AC which when passed through a resistor produces heat which is twice that produced by a steady current of 1.41 ampere in the same resistor is. So that's a question. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് സാധാരണ രൂപത്തിൽ നമ്മുടെ ഹീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പെർ സെക്കൻഡ് വി ക്യാൻ സേ I² ഇൻറ്റു R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് IRMS² ഇൻറ്റു R ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു അതെന്ന് പറയുന്നത് ഡബിൾ ഓഫ് സ്റ്റഡി കറണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് I² ഇൻറ്റു ദാറ്റ് R എന്ന് പറയാം. ഇപ്പോൾ സെയിം റെസിസ്റ്റർ എന്നാണ് പറയുന്നത്. R നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ IRMS എന്ന് പറയുന്നത് റൂട്ട് 2 ടൈംസ് ഓഫ് I ആയിട്ട്. ഇവിടെ I നമുക്ക് എത്രയായിട്ട് തന്നിട്ടുണ്ട്? 1.414 ടൈംസ് റൂട്ട് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.99. റഫ്ലി വി ക്യാൻ സേ ആസ് 2 ampere. That's a concept. A as the choice. We can move with the question number 10. In a series LCR AC circuit, the current is maximum when the impedance equal to the resistance. നമുക്കറിയാം അവിടെ XL എന്ന് പറയുന്നത് XC ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികപരമായിട്ടും നെറ്റ് ഇംപിഡൻസ് എന്ന് പറയുന്നത് R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ അവിടെ Z എന്ന് പറയുന്നത് R ആയിട്ട് മാറുന്നു. Then we get the answer as B choice. So we can move with the question number 11. A transformer connected to a 220 volt mains is used to light a lamp of rating 100 watt and 110 volt. If the primary current is 0.5 ampere, the efficiency of the transformer is.
അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ഇൻപുട്ട് പ്രൈമറി സർക്യൂട്ട് ഈസ് ദേ, ദാറ്റ് ഈസ് വിത്ത് ദാറ്റ് 220 വോൾട്ട്. അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡറി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 110 ആണ്. സോ അവിടുത്തെ പവർ അവിടുത്തെ 100 വാട്ടായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ, ദാറ്റ് ഈസ് വി എസ് ഐ എസ് ഡിവിഷൻ ബൈ ഇൻപുട്ട് ആസ് വി പി ഐ പി ഇൻറ്റു 100% എന്നെടുത്താൽ നമുക്ക് പെർസെൻറ്റേജിൽ എഫിഷ്യൻസി കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് വി എസ് ഈസ് ദെയർ, ഐ എസ് നമുക്ക് കണ്ടുപിടിക്കണം. വി പിയും അതോടൊപ്പം ഐ പിയും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് പവർ നമുക്ക് 100 വാട്ട് എന്ന് തന്നിരുന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് വി എസ് ഐ എസ് ആയിട്ട് എടുക്കാം. സോ ഐ എസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പി ഡിവിഷൻ ബൈ വി എസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവിഷൻ ബൈ 110. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ ഫോർ വി എസ്? വി എസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് 110 ആണ്. ദാറ്റ് വി എസ്, സോ വി എസ് ഐ എസ് എന്ന് പറയുന്നത് തന്നെയാണ് പവർ അല്ലേ? സോ നമുക്ക് അത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ദാറ്റ് ഡിവിഷൻ ബൈ വി പി. വി പി എന്ന് പറയുന്നത് 220 വോൾട്ടാണ്. ഐ പി ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 0.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 division by that is equal to 110. So that is equal to, we get the value 0.909, that much into 100%. So we get the value about 91%. We can move with the question number 12. A lamp consumes only 25% of the peak power in an AC circuit. അപ്പോൾ അവൻ കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് പീക്ക് പവറിലെ എന്ന് പറയുമ്പോൾ I0 ആണ് മാക്സിമം വാല്യൂ V0, ദാറ്റ് ഡിവിഷൻ ബൈ 4 അല്ലേ? യെസ്, ദാറ്റ് ഈസ് ദ കൺസ്യൂംഡ്. അപ്പം പീക്ക് വാല്യൂവിലെ പവർ ബൈ 4, ദാറ്റ് ഈസ് ദ 25%. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് ഈസ്, ദാറ്റ് ഈസ് വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്. The P average is equal to V RMS into I RMS into cosine of the phi. So that is the concept here. അപ്പോൾ പി ആവറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് I0 V0 by 4 ആണ്. നമുക്കറിയാം വി ആർ എം എസ് എന്ന് പറഞ്ഞത് V0 by √2 ആണ്, I0 by √2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈയുടെ വാല്യൂ ആണ്. സോ നമുക്ക് √2 2 ആയിട്ട് മാറുന്നു. സ്വാഭാവികപരമായിട്ടും ദാറ്റ് 1/4 ഈക്വൽ ടു 1/2 cos 5. സോ cos 5 എന്ന് പറയുന്നത് 1/2 ആയി മാറുന്നു. പൈ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയി മാറി. ദാറ്റ് ഈസ് π/3 ആയിട്ട് മാറി. ബി എസ് ദി ആൻസർ. We can move with the question number 30. In an LCR series circuit at resonance എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംപെഡൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും, കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം ആകണം. സോ അവിടെ കറണ്ടും വോൾട്ടേജും എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇൻ ഫേസ് ആണ്. സോ വി ക്യാൻ സേ എ ആസ് ദി ആൻസർ. We can move with the question number 14. A step down transformer increases the current from 4 to 24A. സോ നമുക്ക് ഐ പി ആയിട്ട് തന്നിരിക്കുന്ന 4 ആംപിയറും സെക്കൻഡറിയിലുള്ള കറണ്ട് എന്ന് പറയുന്നത് 24 ആംപിയറുമാണ്. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത് 330 ആണെങ്കിൽ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് എന്താണ്? വി നോ ദ റിലേഷൻ ആസ് NP, the division by ENS is equal to, we know the concept as IS division by IP. സ്വാഭാവികപരമായിട്ടും NS എന്ന് പറയുന്നത് NP ഇൻറ്റു ദാറ്റ് IP ഡിവിഷൻ ബൈ IS. എന്താണ് NP? NP is nothing but equal to 330 into that IP, that is 4 division by as 24. So that is equal to 110 division by 2. So that is equal to 55. So we get the answer as E choice. So we can move with number 15. An AC source of voltage E equal to 20 sin 100t is connected across a resistance of 20 ohm. The RMS value of current in the circuit is, so that is the concept. So I RMS is equal to that V RMS division by R. That is V RMS is what we know, that is V0 by √2 into R.
എന്താണ് V0? That is here 20 by root 2 into R is given as what? 20. So we get the answer as 1 by root 2. So we get I as the answer. E as the answer. സോ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 ക്വസ്റ്റ്യൻ 2013 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ട്രൈ ടു ഡു മാക്സിമം MCQs, then you can score maximum rank.